ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തേ പത്മകുമാറിനെ തള്ളിപ്പറയാൻ കഴിയാത്തത്? നിങ്ങളുടെ നേതാക്കന്മാർ പ്രതിയാണെന്നും നിങ്ങളുടെ നേതാക്കന്മാർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അതിനി കോടതി കണ്ടെത്തുന്നതുവരെ കത്തിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആളുകളെ പുറത്താക്കണം, അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അടക്കം രാജിവെക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു മൊഴിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു മൊഴിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. 2019 കൃത്യമായ കൃത്യവിലോപം ഉണ്ടായി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് തന്നെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും സ്വന്തം കൈപ്പടയിൽ തിരുത്തിയെഴുതൽ ഉണ്ടായിട്ടുണ്ടെന്നും ഈ സംഭവത്തിന്റെ മുഴുവൻ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രാഥമികമായും ആത്യന്തികമായും പങ്കാളിയായതും പത്മകുമാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം പോയിരിക്കുന്നത്. പക്ഷേ നന്നായി വേഗട്ടെ എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതിരോധം. ഇന്നലെ ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമല്ലേ, അങ്ങനെ നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പുതിയ പ്രതിരോധം. മാധു, ഇവിടെ CPM-ന്റെ പ്രതിനിധി ശ്രീ ഗോപന്റെ വാദങ്ങൾ തീർത്തും കോൺട്രഡിക്ടറിയാണ്. ഒരു പരസ്പര വൈരുദ്ധ്യത്തിൻ്റെ ഒരു വലിയ വാദമുഖങ്ങളാണ് ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചത്. നമുക്ക് അവിടെ ഈ അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, മാധുവിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, ഇത് അന്വേഷണത്തിൽ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതികൾ വിധി പറഞ്ഞിട്ടില്ല, അതുവരെ ഇവരെല്ലാം നിരപരാധികളാണ്, അതല്ലെങ്കിൽ ഇവരെല്ലാം കുറ്റവാളികളാണെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തിൽ ആ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലിൽ അവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധി ഇവിടെ ചെയ്തത്. അതായത് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയതുപോലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ വീട്ടിൽ ഗൂഢാലോചന നടന്നതായിട്ട് അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ഇത് കേസെല്ലാം തീരണം. ഈ അന്വേഷണ സംഘം കണ്ടെത്തിയതുപോലെ വാസു ഇതിൽ കുറ്റവാളിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ഇവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള കണ്ടെത്തലിൽ ഒരു വിശ്വാസവും ഇല്ല എന്ന് ആദ്യം ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയും അതേസമയത്ത് ഈ അദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഈ സത്യസന്ധമായ ഒരു അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചതിൻ്റെ ക്രെഡിറ്റ് പിണറായി സർക്കാരിൻ്റെതാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ചിലവാകുന്നത്? ഒന്നുകിൽ ഈ അന്വേഷണ സംഘത്തിൽ സത്യസന്ധതയില്ലെന്നും ഈ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ശരിയല്ലെന്നും ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ നിരപരാധികളാണെന്നും ഉള്ള നിലപാട് നിങ്ങൾ എടുക്കണം. അതല്ലെങ്കിൽ ഈ അന്വേഷണ സംഘം വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ നേതാക്കന്മാർ പ്രതിയാണെന്നും നിങ്ങളുടെ നേതാക്കന്മാർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അതിനി കോടതി കണ്ടെത്തുന്നതുവരെ കത്തിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്. നിങ്ങളാണ് ആ ഉദ്യോഗസ്ഥരെ ഡയറക്റ്റ് ചെയ്തതെങ്കിൽ, നിങ്ങളാണ് ആ ഉദ്യോഗസ്ഥരെ സജസ്റ്റ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ആ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണ്ടേ? ഇനി പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും മറ്റേതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ ഇടപെടൽ സാധ്യമാണോ? സാധ്യമേ അല്ല. ഒന്ന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്, രണ്ട് പ്രതിപക്ഷത്തുള്ള ഞങ്ങൾ അധികാരത്തിലേ ഇല്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ്. CPM-ആണ് അധികാരത്തിലിരിക്കുന്നത്. CPM അധികാരത്തിലിരിക്കുമ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ സർക്കാരിൻ്റെ പേറോളിലുള്ള ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണത്തിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം പ്രതിയായപ്പോൾ ഇവിടെ മൈലെണ്ണ തേച്ചിട്ട് ഈർക്കിലി വളയ്ക്കുന്നത് പോലെയുള്ള അഭ്യാസമാണ് CPM-ന്റെ പ്രതിനിധി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അസാമാന്യ മെയ്വഴക്കം കാണിക്കുകയാണ്. ഒരേ സമയത്ത് ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ള ക്രെഡിറ്റ് ഏറ്റെടുക്കുകയും അതേ സമയത്ത് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ അവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെന്തൊരു വൈരുദ്ധ്യമാണ്! ഇങ്ങനെയൊക്കെ ഒരു ചർച്ചയും അന്യനും അമ്പിയുമായിട്ട് ഒരേ ഒരു 5 മിനിറ്റിനുള്ളിൽ ഭാവവ്യത്യാസം പ്രകടിപ്പിക്കാൻ ഒരു സ്വാധീനത്തിനും നിന്നിട്ടില്ല. ഈ പറയുന്ന പേറോളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഒരു സമ്മർദ്ദവും അവരിൽ ചെലുത്തിയിട്ടില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നത് പത്മകുമാർ അടക്കം അറസ്റ്റിലായി എന്ന് പറയുന്ന സാഹചര്യം കൊണ്ടാണ്. സർക്കാരിനെ അങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നെങ്കിൽ, ഭരണത്തെ പേടിയുണ്ടായിരുന്നെങ്കിൽ, അധികാരത്തെ പേടിയുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും വളരെ സിമ്പിൾ അല്ലേ? അല്ല, വളരെ സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ സംഭാഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവരെ തള്ളിപ്പറയണമായിരുന്നു. അവർ തള്ളിപ്പറയുന്നില്ലല്ലോ. ഇന്നും അവർ നിരപരാധികളാണെന്നാണല്ലോ അവരെ പാർട്ടി വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തേ പത്മകുമാറിനെ തള്ളിപ്പറയാൻ കഴിയാത്തത്? പത്മകുമാറിനെതിരെ നടത്തിയിട്ടുള്ള കണ്ടെത്തൽ, കടകംപള്ളിയിലേക്ക് നീളുന്ന കണ്ടെത്തലുണ്ടല്ലോ, ആ കണ്ടെത്തലിൽ എന്തേ ഇവർക്ക് വിശ്വാസമില്ലാത്തത്? അപ്പോൾ ഒരു 5 മിനിറ്റ് നീളുന്ന അദ്ദേഹത്തിന്റെ വാദമുഖത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസമില്ല, വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇവരെ ഈ കടകംപള്ളിയിലേക്ക് നീളുന്ന പത്മകുമാറിന്റെ മൊഴിയിലടക്കം അവർക്ക് വിശ്വാസം, അല്ലെങ്കിൽ ആ കണ്ടെത്തലടക്കം വിശ്വാസം ഉണ്ടാവണമായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് കടകംപള്ളിയും കുറ്റവാളിയാണെന്ന് സമ്മതിക്കേണ്ടി വരും, അല്ലെങ്കിൽ കടകംപള്ളിക്കും ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്ന് സംശയം അദ്ദേഹം സമ്മതിച്ചു തരേണ്ടി വരും. ഒന്ന്. ഇനി അതല്ല, അദ്ദേഹം പറയുന്നത് പോലെ അന്വേഷണ സംഘത്തെ കൊടുത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഏറ്റെടുക്കരുത്. രണ്ടും കൂടി ചെയ്യരുത്. ഇവിടെ അദ്ദേഹം അന്യൻ സിനിമയിലെ വിക്രമനെ പോലെ ഒരേ സമയത്ത് അന്യനും അമ്പിയായിട്ട് മാറുകയാണ്. മന്ത്രിയിലേക്ക് നീളുന്ന തെളിവുകളുണ്ട് എന്ന്
പ്രതിപക്ഷം പറയുന്നത് ആധികാരികമായിട്ടാണോ? അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അല്ല, പല മാധ്യമങ്ങളും പറയുന്നത് മാധ്യമ വാർത്തകളെ നമുക്ക് അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കടകംപള്ളിയിലേക്ക് നീളുന്ന മൊഴികളുണ്ട് എന്ന് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇന്നലെ രാത്രി മുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പത്മകുമാറിന്റെ ഇതിപ്പോ പുറത്തു വന്നിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിന്റെ പുറത്തു വന്ന ഭാഗങ്ങളിൽ അത്തരം കാര്യങ്ങളില്ല. പത്മകുമാറിലേക്ക് നീങ്ങുന്ന മൊഴികളുണ്ട് എന്നുള്ളത് ചില മാധ്യമ പ്രവർത്തകരുടെ സോഴ്സ് ആയിരിക്കാം. ഞാൻ അതിൽ തർക്കിക്കാനില്ല. പക്ഷെ പ്രതിപക്ഷം അത് ആവർത്തിക്കുന്നത് മാധ്യമ വാർത്തകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. അല്ല, പത്മകുമാർ അതിനിടയ്ക്ക് പറഞ്ഞൊരു വാചകമുണ്ട്, ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണെന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ആരാണ്? അദ്ദേഹം വളരെയധികം വിശ്വസിക്കുന്ന ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നത് AKG സെന്ററിലാണ്. അത് CPM-ന്റെ നേതൃത്വമാണ്. അവരറിയാതെ പത്മകുമാറും വാസുവും ചേർന്നിട്ട് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി ഇതുപോലെയുള്ള ഒരു വലിയ തട്ടിപ്പ് ചെയ്തു എന്ന് ചോറ് തിന്നുന്ന ആരും വിശ്വസിക്കില്ല. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാദങ്ങൾ പൂർണ്ണമായും കോൺട്രഡിക്ടറിയാണ്. ഒന്ന്. രണ്ട്, ഞങ്ങൾ എന്തുകൊണ്ടാണ് കടകംപള്ളിയിലേക്ക് നീളുന്നു എന്ന് പറയുന്നത്? ഇത് കടകംപള്ളിയുടെ അനുമതിയില്ലാതെ, കടകംപള്ളിയുടെ അറിവില്ലാതെ ഈ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ചെന്നത് കടകംപള്ളിയുടെ അടുത്താണ്, കടകംപള്ളിയുടെ ഭാഗത്തു നിന്നുള്ള റെക്കമെൻഡേഷൻ ഉണ്ട് എന്ന രീതിയിൽ മൊഴിയുണ്ട് എന്നല്ലേ പറഞ്ഞത്. കുറ്റപത്രത്തിൽ ആ മൊഴിയെക്കുറിച്ച് പറയുന്നുണ്ടോ അല്ലെങ്കിൽ കടകംപള്ളിയെക്കുറിച്ച് പറയുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്ക് ഇപ്പോൾ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മാധ്യമ വാർത്തകളെ മാത്രമാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഈ അന്വേഷണ സംഘത്തിന്റെ മൊഴി വായിച്ചു നോക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ മാധ്യമ വാർത്തകളെ അനുസരിച്ചാണെങ്കിൽ കടകംപള്ളി ഇക്കാര്യത്തിൽ കുറ്റവാളിയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. ഒന്ന്. രണ്ട്, കടകംപള്ളിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ, കടകംപള്ളിയുടെ പ്രസ്താവനകൾ കണ്ടാൽ, പിന്നെ കടകംപള്ളിയുടെ പശ്ചാത്തലവും നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നേ, ജനങ്ങൾക്ക് സംശയമുണ്ട്. എന്താ കാരണം? കടകംപള്ളി ഉണ്ണീഷാൻ പോറ്റിയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞില്ലേ? വാസുവിനെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായം കടകംപള്ളി പറഞ്ഞത്? വാസുവിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഉണ്ണീഷാൻ പോറ്റിയെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുള്ള, വലിയ ഉണ്ണീഷാൻ പോറ്റിയുമായി വലിയ സ്നേഹബന്ധമുള്ള ഈ കടകംപള്ളി സുരേന്ദ്രന്റെ അറിവും സമ്മതവും ഇല്ലാതെ ഇത് ചെമ്പുപാളിയാകും എന്ന് ആരും വിശ്വസിക്കുന്നില്ല. സ്വർണം ചെമ്പുപാളിയാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ പങ്കാളിത്തവും അറിവുമില്ലാതെ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് ഈ അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തിയില്ലെങ്കിലാണ് ഞങ്ങൾക്ക് അന്വേഷണ സംഘത്തിന്റെ ക്രെഡിബിലിറ്റിയിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടാവുക.